അപ്പൊ നമുക്കിനി പോവാം അറിയാം. കടുത്ത ചൂടുകാലമാണിത്. ഇനിയും തുടരും വേനൽ. ഭക്ഷണത്തിൽ കൃത്യമായി ചിട്ടകൾ പാലിച്ചില്ലെങ്കിലും ആരോഗ്യത്തെയും അത് ബാധിക്കും. ഈ കാലയളവിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കരുത്, ഇതേക്കുറിച്ച് പറയാൻ SUT ആശുപത്രിയിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റായി പ്രീതി ആർ നായർ ചേരുകയാണ് നമുക്കൊപ്പം. സ്വാഗതം മാം ന്യൂസ് 3യിലേക്ക്. എല്ലാ കാലത്തും വെള്ളം കുടിക്കുന്നത് ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ എന്തൊക്കെ കഴിക്കണം, കൂടുതൽ വെള്ളം കുടിക്കേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. എന്താണ് ഒരു ആമുഖമായി പറയാനുള്ളത് വേനൽക്കാലത്തെ കുറിച്ച്? വേനൽക്കാലം നമുക്ക് കടുത്തൊരു വേനലാണ്. ഈ സമയത്ത് രോഗങ്ങളും ആരോഗ്യ പ്രശ്നമൊക്കെ എല്ലാരും ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ഭക്ഷണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നല്ല വിറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഫുഡ് തന്നെ വേണം. എല്ലാവരെയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഈ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നത്. അത് പ്രധാനമാണ് വെള്ളം കുടിക്കുന്നതിന്റെ കാര്യം. നമ്മുടെ ശരീരം കൂടുതൽ ചൂടേൽക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം നഷ്ടപ്പെടും. ആ വെള്ളം നഷ്ടപ്പെടുമ്പോൾ ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ പോയ വെള്ളം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. ശരീരത്തിൽ കൂടുതൽ വെള്ളം നഷ്ടപ്പെടുക മാത്രമല്ല, നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു 2.5 തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാര് ഒരു 3.5 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണം. അതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വഴിവക്കിലും തട്ടുകടയിലും ഒക്കെ കിട്ടുന്ന ഈ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന വെള്ളം ഒന്നും കുടിക്കാതിരിക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഛർദി, വയറിളക്കം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെ, പലരും ദാഹിക്കുമ്പം കാണാം കൊക്കോകോള, പെപ്സി, മിറൻഡ അല്ലെങ്കിൽ ഏതെങ്കിലും കോള ബിവറേജസോ അല്ലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളോ ഒക്കെ കുടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ വെള്ളം കുടിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടിട്ട് ഇങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബോട്ടിൽ വെള്ളങ്ങളും കഴിവതും ഒഴിവാക്കി നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. പ്രകൃതിയിൽ തന്നെ കിട്ടുന്ന വെള്ളങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലത് കരിക്കിൻ വെള്ളം, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, മോരിൻ വെള്ളം, ഇതുപോലെയുള്ള വെള്ളം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി കുടിക്കുന്ന വെള്ളം ഏറ്റവും നല്ല ശുദ്ധമായിരിക്കണം. തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. ശരി മാം, നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, ആഹാര കാര്യത്തിലും കൂടി ശ്രദ്ധിക്കണമല്ലോ. കാരണം നമ്മളിപ്പോ ചിക്കനൊക്കെ അല്ലാത്ത സമയത്ത് കഴിച്ചാൽ തന്നെ നമുക്ക് ശരീരം ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. അപ്പോൾ അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആഹാര വസ്തുക്കളാണ് ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത്? അതെ, ഈ വേനൽക്കാലം നമ്മള് വേറെ ഒരു ക്ലൈമറ്റ് പോലെയല്ല. മറ്റ് ക്ലൈമറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണം ഭക്ഷണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വേറൊരു കാലാവസ്ഥയിൽ ആഹാരത്തിന്റെ അളവ് കൂടിയാലും വേറെ വയറിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എന്നാൽ ഈ ചൂടുകാലത്ത്, വേനൽക്കാലത്ത് ഭക്ഷണം കൂടുതൽ അളവിൽ കഴിച്ചാൽ അസിഡിറ്റി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഭക്ഷണം എപ്പോഴും മിതമായിരിക്കണം, അളവ് നിയന്ത്രിച്ച് കഴിക്കണം. ചെറിയ ഭക്ഷണ ഇടവേളകൾ ഇട്ട് കഴിക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ ആഹാരത്തിൽ കൂടുതൽ ജലാംശം ഉൾപ്പെടുത്തണം. പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൂടുതൽ ഉണ്ടാകണം. കാര്യം അതിൽ നാരുകൾ ധാരാളമായിട്ട് ചെന്നാൽ മാത്രമേ ദഹനം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ, കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം നല്ല കൃത്യമായിട്ട് ആരോഗ്യപ്രദമായിരിക്കണം. ഇനിയും നാരുകളുള്ള ഭക്ഷണത്തിന് മുൻഗണന നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് പഴങ്ങളും പച്ചക്കറികളുമാണ്. ഈ വേനൽ ചൂടിൽ നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ സ്കിന്നിനുള്ള ചേഞ്ചസ് ഉണ്ടാക്കാം. അതുപോലെ വിറ്റമിൻസിന്റെ കുറവുകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ നികത്താൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് സഹായിക്കും. പിന്നെ കൊഴുപ്പ് കുറഞ്ഞുള്ള പ്രോട്ടീൻ തന്നെ തിരഞ്ഞെടുക്കണം. അതൊരു കൊഴുപ്പുള്ള പ്രോട്ടീൻ എന്ന് വരുമ്പോൾ മാംസാഹാരങ്ങൾ, ഇറച്ചി വർഗ്ഗങ്ങൾ, ബീഫ്, മട്ടൺ, അതുപോലെയുള്ള കൊഴുപ്പ് കൂടുതലുള്ള ദഹനക്കേടുണ്ടാകാം. അല്ലെങ്കിൽ അത് ദഹിക്കാൻ താമസം വരികയും വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാകും. എന്നാൽ അതല്ലാതെ കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള മത്സ്യം, കോഴി ഇറച്ചി, അതുപോലെ മുട്ട, ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പയറുവർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പുകൾ ഉപയോഗിക്കാം. ഇതെല്ലാം മിതമായിട്ട് മാത്രം. അതുപോലെ ഏറ്റവും കൊഴുപ്പിനെ കുറച്ചിട്ടുള്ള ഭക്ഷണം വേണം. നിയന്ത്രണം വേണ്ടത് കൊഴുപ്പിന്റെ അളവാണ്. ഏറ്റവും എണ്ണയിൽ വറുത്തുപൊരിച്ച ഭക്ഷണങ്ങള്, ബേക്കറി പലഹാരങ്ങള്, പ്രോസസ് ചെയ്ത ആഹാരങ്ങൾ, അതുപോലെ തന്നെ കോള പാനീയങ്ങള്, സോഫ്റ്റ് ഡ്രിങ്ക്സുകള്, അതുപോലെ ഏറ്റവും പഞ്ചസാര കൂടുതലുള്ള ആഹാരങ്ങള്, എരിവ്, മസാല, പുളി കൂടുതലുള്ളത്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പം ബിരിയാണി പോലെയുള്ള ആഹാരങ്ങള്, അതെല്ലാം കഴിവതും ഒന്ന് കുറച്ചു വെക്കണം. ഇത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടും, മാത്രമല്ല ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്.
ഡോക്ടർ, നമ്മൾ മറ്റൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അവരുടെ ഭക്ഷണക്രമത്തിലും വെള്ളം കുടിക്കുന്ന, ഇപ്പം മുതിർന്നവരെ പോലെ അവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ഒരു പ്രകൃതം, സ്കൂളിൽ പോകുമ്പോൾ, അങ്ങനെ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർക്ക് കൊടുക്കേണ്ട ആഹാരവും ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമേ കഴിക്കുകയുള്ളൂ കുട്ടികൾ. പക്ഷെ വീട്ടിൽ അമ്മമാർ കൊടുത്തുവിടുന്ന ഫുഡ് പാക്കേജ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അവർക്ക് ഒരു ബോട്ടിൽ വെള്ളം നിർബന്ധമായിട്ട് കൊടുത്തുവിടണം. ഒരു 1 ലിറ്റർ ബോട്ടിൽ കാണണം, അത് കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. തിരിച്ച് വെള്ളം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സ്കൂളിൽ വിളിച്ച് ഇൻഫോം ചെയ്യണം. കുട്ടി വെള്ളം കുടിക്കുന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് പറയണം. പക്ഷെ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്തുവിടുക. കളർ ചേർത്തിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് പോലെയുള്ളതൊന്നും കൊടുത്തുവിടേണ്ട. അതുപോലെ തന്നെ ആഹാരം കൂടുതൽ ദഹിക്കുന്ന ഫുഡ് തന്നെ കുഞ്ഞിനായിരിക്കണം. സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഐസ്ക്രീം പോലെയുള്ള മധുരം കൂടുതലുള്ള ഫുഡ് ഐറ്റംസും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഒന്നും കുഞ്ഞിന് കൊടുക്കണ്ട. എപ്പോഴും എളുപ്പം ദഹിക്കുന്ന ആഹാരം, ആവിയിൽ വേകുന്ന ഭക്ഷണമാണെങ്കിൽ നല്ലത്. വറുത്തു പൊരിച്ച ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫ്രൈഡ് ഐറ്റംസ് ആണ്. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളൊക്കെ വയറിന് ബുദ്ധിമുട്ടുണ്ടാകാം ഈ വേനൽക്കാലത്ത്. അതുകൊണ്ടിട്ട് കൂടുതലായിട്ടും ആവിയിൽ വേകുന്ന ആഹാരങ്ങളോ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഫുഡ് ഐറ്റംസോ ഫ്രൂട്ട് കട്ട്സുകളോ അല്ലെ വെജിറ്റബിൾസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സൂപ്സുകളോ ജ്യൂസുകളോ ഒക്കെ കുഞ്ഞിന് കൊടുത്തു വിടുന്നത് നല്ലത്. ശരി, എന്തായാലും വേനൽക്കാലത്ത് എന്തൊക്കെ കഴിക്കണം കഴിക്കണ്ട എന്ന് പ്രേക്ഷകർക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു. ന്യൂസ് 3യുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥിയും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.